ഒരു കാട്ടിൽ അതീവ സൂത്രശാലിയായ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. കാണാൻ സുന്ദരനാണെങ്കിലും ഇവൻ്റെ കയ്യിലിരിപ്പ് ചെറുതല്ല. എന്താണെന്നോ, കാടിനടുത്തുള്ള ഗ്രാമത്തിലെത്തി കോഴികളോടൊത്ത് കൂട്ടുകൂടുകയും പിന്നീട് അവരെ പിടിച്ചു തിന്നുകയുമാണ് കുറുക്കൻ ചെയ്തിരുന്നത്. അങ്ങനെ നിരവധി കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും ഈ കുറുക്കൻ കൊന്നു തിന്നിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ തന്നെ സുന്ദരിയായ ഒരു കോഴിക്കുഞ്ഞുണ്ടായിരുന്നു. ആ കോഴിക്കുഞ്ഞ് മനോഹരമായി പാട്ടുപാടുമായിരുന്നു. ഒരു ദിവസം സൂത്രശാലിയായ കുറുക്കൻ കോഴിക്കുഞ്ഞ് വരുന്ന വഴിയിൽ ഉറക്കം നടിച്ചു കിടന്നു. കോഴിക്കുഞ്ഞ് അടുത്തു വന്നപ്പോൾ കുറുക്കൻ എഴുന്നേറ്റിരുന്നു. കോഴിക്കുഞ്ഞിനോട് പറഞ്ഞു, നീ നല്ല സുന്ദരിയാണ് കേട്ടോ. നിന്റെ പാട്ട് ഞാൻ ദൂരെ നിന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് നിന്റെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് സുഹൃത്തുക്കളായാലോ? ഇത് കേട്ടപ്പോൾ കോഴിക്കുഞ്ഞ് പറഞ്ഞു, അയ്യോ, എനിക്ക് നിന്നെ പേടിയാണ് കുറുക്കച്ചാരെ. എൻ്റെ കൂട്ടുകാരെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നു തിന്നുന്നത് നീയല്ലേ. അതുകൊണ്ട് നിന്നോട് കൂട്ടുകൂടാൻ ഞാനില്ല. ഇത് കേട്ട് കുറുക്കൻ പറഞ്ഞു, ഏയ്, അതൊക്കെ പഴയ കഥയല്ലേ. ഇപ്പോൾ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പോൾ ഞാൻ സസ്യാഹാരം മാത്രമേ കഴിക്കാറുള്ളൂ. കാട്ടിലെ പഴങ്ങളാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഇനി പേടിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ കൂട്ടുകാരാണ്. സമ്മതമാണോ? പിന്നെ എനിക്ക് നന്നായി നൃത്തം ചെയ്യാനറിയാം. നീ പാട്ടുപാടിയാൽ ഞാൻ നിന്റെ പാട്ടിനൊപ്പം നൃത്തം ചെയ്യും. നീ ഒരു പാട്ടുപാടാമോ? കോഴിക്കുഞ്ഞിന് കുറുക്കനെ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് കോഴിക്കുഞ്ഞു പറഞ്ഞു, ഞാൻ ഗിത്താർ വായിച്ചാണ് പാട്ട് പാടാറുള്ളത്. എൻ്റെ പാട്ട് കേൾക്കണമെങ്കിൽ നീ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണം. കുറുക്കൻ പറഞ്ഞു, ഞാൻ വരാം. പക്ഷേ എന്നെ അവിടെയുള്ളവർ സംശയിക്കില്ലേ? ഇല്ല, എൻ്റെ പാട്ടു കേൾക്കാനാണ് വരുന്നതെന്ന് ഞാൻ എല്ലാവരോടും പറയാം. പിന്നെ നിനക്ക് ധൈര്യമായി വരാമല്ലോ. ആരും സംശയിക്കില്ല. കുറുക്കന് സന്തോഷമായി. ഇത് നല്ലൊരു അവസരമാണ്. നിറയെ കോഴികളുള്ള ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരു അവസരമായി. ഓരോ ദിവസവും ഓരോ കോഴികൾ. ആഹാ, വായിൽ വെള്ളമൂറുന്നു. കുറുക്കൻ മന്ത്രിച്ചു. കുറുക്കച്ചാരെന്തെങ്കിലും പറഞ്ഞോ? നിന്നെപ്പോലൊരു സുഹൃത്തിനെ കിട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണെന്ന് പറയുകയായിരുന്നു. കോഴിക്കുഞ്ഞു പറഞ്ഞു, എന്നാൽ എൻ്റെ പാട്ട് കേൾക്കാൻ ഗ്രാമത്തിലേക്ക് വാ. തീർച്ചയായും വരാം. നിന്റെ പാട്ട് കേൾക്കാൻ എനിക്ക് കൊതിയായി. ഇത് നിന്റെ അവസാനത്തെ വരവാണ് കുറുക്കച്ചാരേ, കോഴിക്കുഞ്ഞു മനസ്സിൽ പറഞ്ഞു. ഗ്രാമത്തിലെത്തിയ കോഴിക്കുഞ്ഞ് ഗിത്താർ വായിച്ച് ഉറക്കെ പാട്ടുപാടാൻ തുടങ്ങി. പാട്ട് കേട്ടയുടൻ കുറുക്കൻ ആ ഗ്രാമത്തിലേക്ക് ഓടി. കോഴിക്കുഞ്ഞ് മനോഹരമായി പാട്ട് പാടിക്കൊണ്ടിരുന്നു. കുറുക്കൻ കോഴിക്കുഞ്ഞിനോടൊപ്പം നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അതേസമയം അവിടേക്ക് നിരവധി കോഴിക്കുഞ്ഞുങ്ങൾ വന്നു. കുറുക്കന് അതിരില്ലാത്ത സന്തോഷം തോന്നി. പെട്ടെന്ന് ഒരു അലർച്ച കേട്ട് കുറുക്കൻ തിരിഞ്ഞു നോക്കി. പുറകിൽ വലിയ കുറേ കോഴികൾ കുറുക്കൻ്റെ നേരെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. എടാ കള്ള കുറുക്ക, നീയാണല്ലേ ഇവിടുത്തെ കോഴികളെ മുഴുവൻ പിടിച്ചു തിന്നുന്ന ദ്രോഹി. നിന്നെ ഞങ്ങൾ ഇന്ന് ശരിയാക്കും. കുറുക്കൻ നടുങ്ങി. കുറുക്കൻ പേടിച്ച് വിറയ്ക്കുന്നത് കണ്ട് ചില കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും കുറുക്കനെ ആക്രമിക്കാൻ കോഴികൾ കൂട്ടമായെത്തി. കുറുക്കൻ നിലവിളിച്ച ജീവനും കൊണ്ട് ഓടി. എന്നെ കൊത്തിക്കൊല്ലരുതേ കോഴികളെ, ഇനി ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരില്ല, എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ് കുറുക്കൻ ഓടുകയാണ്. പുറകെ കോഴികളും. കുറുക്കൻ ജീവനും കൊണ്ട് ഓടി കൊടും കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ബുദ്ധിമതിയായ ആ പാട്ടുകാരി കോഴിക്കുഞ്ഞിനെ എല്ലാവരും അഭിനന്ദിച്ചു. പിന്നീട് ആ കുറുക്കൻ്റെ ശല്യമില്ലാതെ അവർ ആടിയും പാടിയും ആ ഗ്രാമത്തിൽ ജീവിച്ചു.